ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദംസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ താമസിക്കുന്ന സ്ഥലം അടിമാലിയാണെന്ന് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു ഗൈസ്. അപ്പോൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിന് 30 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. അപ്പോൾ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറാണ് ഗൈസ്. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളിൽ പോകാൻ പറ്റുന്ന സ്ഥലം. പിന്നെ ഉള്ളത് മാങ്കുളം എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഗൈസ്. അവിടെ എൻ്റെ വാപ്പച്ചിക്ക് ഒരു പെങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അവിടം വരെ പോവാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന എൻ്റെ കൂടെ തന്നെ ഒരു 2 അതിഥികളുണ്ട് ഗൈസ്, 2 മുയലുകളുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് ഗൈസ്. ഫുള്ള് കാടും മലയൊക്കെ നിറഞ്ഞ സ്ഥലമാണ് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പോകാൻ നേരത്ത് 2 മുയലുകൾ എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. അതുങ്ങളെ ഈ ശല്യം ചെയ്തുകൊണ്ടിരിക്കണേ. ഇതാണ് ഗൈസ് മുയലിനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കവറ് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഈ സൈഡിൽ കൂടെ നോക്കിയാൽ ഒരു കറുത്തതും ഒരു വെള്ളയും ഉണ്ട് ഗൈസ്. 2 വയലൻ്റ് ആണ് ഗൈസ്. ഇതുങ്ങളെയും കൊണ്ട് ഒരു 30 കിലോമീറ്റർ സഞ്ചരിക്കണം ഗൈസ്. ഒരു 30 കിലോമീറ്ററേ ഇതുങ്ങളെയും കൊണ്ട് സഞ്ചരിക്കണം ഗൈസ്. അതുങ്ങൾ ഇപ്പം തന്നെ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ബസ്സുണ്ട് ഗൈസ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഫുള്ളും ഡാർക്കായിട്ടിരിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ ഗൈസ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഇവിടുന്ന് ബസ്സുണ്ട്, ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സുണ്ട്. അപ്പോൾ ബസ് കയറുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം ഗൈസ്. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മുയലിനെയും കൊണ്ട് പോകുന്നതാണ് ഗൈസ്. അവിടം വരെ പോയിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ വീട്, പിന്നെ അവിടെ കാണാനൊന്നും വലിയ കാര്യമില്ല. പിന്നെ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടമൊക്കെ ഉണ്ട് ഗൈസ്, മൂന്നാർ പോലെ തന്നെ. ഈ മൂന്നാറിന് പോകുന്നതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി പോകണം ഗൈസ്, കല്ലാറെന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്കിനി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ മാങ്കുളം ബസ്സിന് കയറി ഗൈസ്. മാങ്കുളം ബസ്സിന് കയറിയതാ ഗൈസ്. മാങ്കുളം ബസ് ഫുള്ള് സീറ്റ് കാലിയാണ് ഗൈസ്. ഫുള്ള് സീറ്റ് കാലിയാണ്, നിൽക്കേണ്ട വരും. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇടയ്ക്ക് ഞാൻ പോകുന്നതിൻ്റെ വിഷ്വൽസ് എടുക്കാമെന്ന് നോക്കട്ടെ, കാണിച്ചു തരാം ഗൈസ്. അതെ, ഞാനിവിടെ എത്തി ഗൈസ്. ബസ്സിൻ്റെ അകത്ത് ഫുള്ള് തിരക്കായിരുന്നു ഗൈസ്. ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സ്പോട്ടിലെത്തി ഗൈസ്. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാനുണ്ട് ഗൈസ്. ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, മുയലച്ചന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. മുയലച്ചന്മാർ ഇതിൻ്റെ അകത്തുണ്ട്. ജീവനോടെ ഇതുണ്ടോ, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? മുയൽ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഇതാണ് ഗൈസ് വന്ന സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് ഇതാ ഗൈസ്, സുമാരൻ ബസ് സ്റ്റോപ്പ് ഗൈസ്. സുമാരൻ ബസ് സ്റ്റോപ്പ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോളേ നമ്മുടെ മുയൽക്കൂട്ടന്മാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി കണ്ടോ, 2 അവന്മാരും വെളിയിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറക്കണം. വൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ വീട്ടിലെത്തി ഗൈസ്. അമ്മായിയുടെ അടുത്ത് എത്തി. ഇതാണ് ഗൈസ് അമ്മായി നരച്ചത മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, പശുവിനെയൊക്കെ കറക്കിച്ച് ഗൈസ്. ഇതാണ് ഇവരുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ. നല്ല സ്ഥലമാണ് ഗൈസ്, അടിപൊളി സ്ഥലമാണ്. ഇങ്ങനെ അവിടെ നിന്ന് വേറെ വഴിയൊക്കെ ഉണ്ട് ഗൈസ്, പവർ ഹൗസിൻ്റെ അങ്ങോട്ട് പോകാനൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഫൈസൽക്കാട് 2-3 വണ്ടി കിടപ്പുണ്ട്. പിന്നെ പോക്കോടിലെ പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ, പിന്നെ എന്താണ്ടൊക്കെ കിടപ്പുണ്ട്. അവിടെ ആടൊക്കെ ഉണ്ട് ഗൈസ്. ആടിനെ കാണിക്കാം. ഫൈസൽക്ക് ഓരോ ജീപ്പൊക്കെ മേടിച്ചിട്ടിട്ട് പൊളിക്കില്ല ഗൈസ്. ഇവിടെ ഇട്ട് പരിപാടി സ്റ്റണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു ജീപ്പിൻ്റെ. ഗൈസ് കണ്ടോ, ഇവിടെ ആടുകളുണ്ട് ഗൈസ്. ഞങ്ങൾ എന്തെങ്കിലും മൃഗങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിടും ഗൈസ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറേ പെറ്റ്സ് ഉണ്ട് ഗൈസ്. കണ്ടോ, കുറേ ആടുകളുണ്ട്. എല്ലാം തലയിട്ട് നോക്കുക, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന് നോക്കാൻ. ഇതാണ് ഗൈസ് തലയിലേറ്റവും മൂത്തത്. വേറെ ഉണ്ട് ഗൈസ്.
ഉണ്ടോ? എല്ലാവരും ഇതിൻ്റെ അകത്ത് തന്നെയാണ്. കുറേ ഉണ്ടല്ലോ ആടുകൾ. പിന്നെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. ഇതൊക്കെ പഴയ മോഡൽ വണ്ടികൾ പൊളിച്ചിട്ടേക്കണേ ഗൈസ്. പണിയാൻ പറ്റുമായിരിക്കും. ടയറെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. ഇതെന്നാ സംഭവം എന്നറിയില്ല. പവർ ഹൗസിൽ വെക്കാനുള്ളതാണെന്ന് തോന്നുന്നു. മെഷീനറി സാധനം. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി ഗൈസ്. ഞാനേ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയി. അപ്പോൾ ഞാൻ വന്ന സമയത്തൊന്നും ഈ സംഭവങ്ങളില്ല. ഞാൻ വന്ന സമയത്ത് ഇതൊന്നും ഇല്ല ഇവിടെ. ഇപ്പോൾ ഇതൊക്കെയുണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ. അതാണ് വീട് ഗൈസ്. അപ്പോളേ ഞാനിനി എല്ലാം കുടിക്കുകയൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം ഗൈസ്. അപ്പോൾ മുയൽക്കുട്ടന്മാരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാറ്റി ഗൈസ്. ഒരു ബ്ലാക്കും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട് ഗൈസ്. നല്ല ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതേപോലത്തെ നെറ്റിലേക്ക് മാറ്റി. നല്ല രസമാണ് ഗൈസ് ഇത് നിങ്ങളെ കാണാൻ. പക്ഷേ ഇനി ഇങ്ങോട്ട് മാറ്റിയ സ്ഥിതിക്ക് ഇനി ഇവിടെ വന്ന് കാണേണ്ടി വരും ഗൈസ്. ഇതാണ് മുയൽക്കുട്ടന്മാരെ ഞാൻ കൊണ്ടുവന്നത് ഗൈസ്. അപ്പോളേ നമുക്ക് പറയാട്ടോ ഗൈസ്. വഴിയെ ഞാൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ പശുക്കളുണ്ട് ഗൈസ്. അമ്മായി പ്രത്യേകം പറഞ്ഞു പശുക്കളെടുത്ത് കാണിക്കണമെന്ന് ഗൈസ്. പശുക്കളെ കാണിക്കാം ഗൈസ്. പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, ഇപ്പം മുയലുണ്ട്, എല്ലാ സംവിധാനമുണ്ട് ഇവിടെ. ഇതാണ് ഗൈസ് ഒരു പശു. എൻ്റെ കാതയിൽ മമ്മറൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതാണ് അടുത്തത്. ഇതടുത്തത്. ഇങ്ങനെ 3 പശുക്കളുണ്ട്. ഗൈസ് ഇവിടെ അടിപൊളിയാണ് ഗൈസ്. ഞാനേ പണ്ട് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക ഗൈസ്. പണ്ട് ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഗൈസ്. ഭയങ്കര ചെറുതായിട്ടായിരുന്നു ഇരുന്നത്. ഇപ്പം എല്ലാം പരന്നു പോയാലോ തോന്നുക. ഫുള്ള് പരന്നു പോയി ഗൈസ്. ഇവിടെയാണ് അടുപ്പ് കൂട്ടി കത്തിച്ചുകൊണ്ടിരുന്നത്. ആ പാറകളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ പാറകളെ കണ്ടോ? ഈ പാറയൊക്കെ എനിക്ക് അന്നും ഓർമ്മയുണ്ട്. കണ്ടോ? ഇതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഗൈസ് ബൈ ദ വേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങനെ പോകാൻ നേരത്തെ ഗൈസ്, ഈ വഴിക്ക് ഇങ്ങനെ പോകാൻ നേരത്ത് അവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ അതിന് നക്ഷത്ര കുത്തെന്നൊക്കെയാണ് പറയണത് ഗൈസ്. ഈ വഴിക്ക് ഇങ്ങനെ പോകണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം ഗൈസ്. എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെയാണ് ഗൈസ് സ്ഥലങ്ങൾ. എങ്ങനെയുണ്ട് ഗൈസ് ഇവിടെ? അടിപൊളിയാണ്. ഗൈസ് അപ്പോളേ നമ്മൾ അങ്ങോട്ട് പോവാം ഗൈസ്, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. ഞാൻ പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാ പോകുന്ന വഴി ഇതാണ് ഗൈസ്. ഇതിനിപ്പോൾ പേര് നക്ഷത്രക്കുത്ത് എന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നെറ്റിലൊക്കെ ഉണ്ടെന്നാണ് ഗൈസ് പറയുന്നത്. ഇതാണ് പോകുന്ന വഴി. പണ്ട് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറൊക്കെ ആയിരുന്നത്. ഇവിടെയൊക്കെ മലകളൊക്കെ കാണാം ഗൈസ്. ഇതിവിടെ വെള്ളം പോകുന്നുണ്ട്. നല്ല ശുദ്ധജലമാണ് ഗൈസ് ഈ പോകുന്നത്. ഉണ്ടോ ഗൈസ്? ഇതുണ്ടോ വെള്ളം പോകുന്നത്? നാച്ചുറൽ വാട്ടറാണ് ഗൈസ്, മലയെന്ന് തന്നെ. എന്ത് ചെയ്യാനാ? വെള്ളം ചുമ്മാ പാഴായി പോവാ ഗൈസ്. വെള്ളം ചുമ്മാ പാഴായി പോവാ. എന്ത് ചെയ്യാനാ? അന്ന് ഒരു ദിവസം ഞാൻ രാത്രി ഇവിടെ വന്നായിരുന്നു ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷെ രാത്രി കൂരിട്ടായിരുന്നു ഗൈസ്. ഇവിടെ എത്തുമ്പോഴും ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ
ബൈ ദ വേ ഞാനിവിടെ വന്നതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണിക്കാനാണ് ഗൈസ്. വെള്ളച്ചാട്ടം സൂപ്പറാണ് ഗൈസ്. ഇവിടെ റോഡൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം രാത്രി എപ്പോഴും ഇവിടെ വരാം. ഇതാണ് ഗൈസ് ഇവിടെ കാണുന്ന സീനറി. ഉണ്ടോ ഗൈസ്? കുഴിയൊക്കെ ആയിട്ട് അങ്ങ് കുറേ ഉണ്ട് ഗൈസ്. വെള്ളത്തിൻ്റെ ഇരുമ്പൽ കേട്ടോ ഗൈസ് സൗണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ കാണാം ഗൈസ്. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് വരണം ഗൈസ്. ഇവിടെ നേരിട്ട് വരണം. നേരിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇവിടെ തോട്ടാപ്പുഴു എന്ന് പറഞ്ഞൊരു പുഴുണ്ട് ഗൈസ്. ആ പുഴുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോര ഊറ്റി കുടിക്കും. ഇതിൻ്റെ ഡേഞ്ചറാണ് അത്. ഇപ്പം ഇല്ല അത്. ഇപ്പം അതില്ല. ചെവി കൂടെ ഒക്കെ കയറും. ഫൈസൽക്കാന്ന് പറഞ്ഞ ഒരു ഇക്കാണ്ട്. ഇപ്പം അമ്മായിനെ കാണിച്ചില്ലേ, ആ ഇക്കാടെ ചെവിയിൽ എപ്പോഴും കയറുമായിരുന്നു ഇപ്പം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തി ഗൈസ്. എത്തിയില്ല ഗൈസ്, ഇനിയും പോകാനുണ്ട് ഗൈസ്. അതെ, ഞാനിനി അവിടെ എത്തിയിട്ട് കാണിക്കാം ഗൈസ്. നടന്ന് ഗൈസ് ഞാൻ ഇവിടം വരെ എത്തി ഗൈസ്. ഇതാണ് ബാക്കിലേക്ക് ഞാൻ വന്ന വഴി ഗൈസ്. അപ്പോൾ ഇവിടെ നല്ല ഇല്ലികളുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ സ്നേക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം വലിയ ബൂട്ടൊക്കെ ഇട്ടിട്ട് വേണം ഗൈസ് ഇവിടെ വരാൻ. ഗൈസ് ഇതുണ്ട് പവർ ഹൗസ്. ഇവിടെ ഒരു പവർ ഹൗസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് സർക്കാർ. അതിൻ്റെ സെറ്റപ്പാണ് ഗൈസ് കാടിൻ്റെ അകത്ത് ഗൈസ്. ഉണ്ടോ? പക്ഷെ ഇതിപ്പോൾ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ. ഇത് സംഭവങ്ങളെല്ലാം വിട്ട് കിടക്കുക. പണ്ട് ഇവിടെ വർക്കിംഗ് ആയിരുന്നു തോന്നുന്നു. അതിന് സെറ്റപ്പാണ് ഗൈസ്. കണ്ടോ? ട്രാൻസ്ഫോമർ അത്. ട്രാൻസ്ഫോമർ ഉണ്ട് ഗൈസ്. ഇതാണ് അതിൻ്റെ കെട്ടിടം. ഇതാണിപ്പോൾ ഞാൻ കയറി വന്ന എൻട്രൻസ്. ഗൈസ് ഈ പൈപ്പിൽ കൂടെ ആയിരുന്നു ഗൈസ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. രണ്ടെണ്ണം സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണം കയറ്റിയിട്ടുണ്ട്. വലിയ മോട്ടറാണ് ഗൈസ്. ഇതിൻ്റെ അകത്തു കൂടെയാണ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തു കൂടെ വെള്ളം പോകുന്നില്ല. 2 മോട്ടറുണ്ട്. ഇതാണ് ഗൈസ് മേളിൽ നിന്ന് വന്ന വഴി. ഗൈസ് ഇവിടെ നിന്ന് ഞാൻ സ്കിപ്പായാൽ താഴെ പോകും ഗൈസ്. ഡേഞ്ചറാണ് ഗൈസ് വഴിയൊക്കെ. ഇങ്ങനെ പോകണം ഗൈസ്. ഇങ്ങനെ പോകണം. ഗൈസ് അവിടെ ഒരു ആൾസഞ്ചാരം കണ്ടല്ലോ ഗൈസ്. ഇതാണ് ഗൈസ് വെള്ളം പോണത്. ഇതിലേ അങ്ങ് പോകും. ഇതാണ് ഞാൻ കയറി വരുന്ന സമയത്ത് കാണിച്ചില്ലേ ഗൈസ് ആ സ്പോട്ട്. ഈ വെള്ളമാണ് അങ്ങോട്ടൊക്കെ പോണത് ഗൈസ്. ഞാൻ അങ്ങോട്ട് പോട്ടെ ഗൈസ്. അങ്ങോട്ട് നീങ്ങി പോകണം ഗൈസ്.
ഞാനിപ്പോൾ ഒരു പാറയുടെ ഒക്കെ വയ്ക്കണം ഗൈസ്. ഞാനേ ഇപ്പോൾ ഈ പാറയുടെ ഒക്കെ വയ്ക്കണം. ബാക്കിൽ വെള്ളം, ഫ്രണ്ടിൽ വെള്ളം, എല്ലാ സ്ഥലത്തും വെള്ളം. ഇനി അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്ക് അവിടെ പോയിട്ട് കാണാം ഗൈസ്. നമ്മളിവിടം വരെ എത്തി ഗൈസ്. ഗൈസ് ഇനി കാണിച്ചു തരാം ഗൈസ്. ഭയങ്കര റേഞ്ച് സ്ഥലമാണ് ഗൈസ്. ഇതുണ്ടോ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടം വരെ ഉണ്ട് ഗൈസ് ഇതിൻ്റെ വിട്ട്. മഴക്കാലത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഫുള്ള് വെള്ളം ഗൈസ്. ഉണ്ടോ, ഞാൻ വന്ന വഴി അതിലേ ഗൈസ്. ആ കാണുന്ന പവർ ഹൗസ്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ ഫൈനലി ഇവിടെ എത്തി ഗൈസ്. ഗൈസ് ഈ അനന്തഭദ്രം സിനിമയിലെ പോലത്തെ ഫീൽ ആവുന്നുണ്ട് ഗൈസ് എനിക്കിവിടെ. ഗൈസ് അനന്തഭദ്രം സിനിമയില്ല, അതിൻ്റെ അകത്തെ ഫീലിംഗ് ഉണ്ട് ഗൈസ് ഇവിടെ. മഴക്കാലത്ത് ഇവിടെ ഫുള്ളും വെള്ളമാണ് ഗൈസ്. മഴക്കാലത്ത് ഇവിടെ ഫുള്ളും വെള്ളമാണ്. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗൈസ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് പിടിച്ച സ്ഥലത്താണ് ഗൈസ് ഇതിരിക്കുന്നത്. ഗൈസ് ഇതേ കോംപ്ലിക്കേറ്റഡ് പിടിച്ച സ്ഥലത്താണ് ഇരിക്കുന്നത്. ഉണ്ടോ, നല്ല വ്യൂ ആ ഗൈസ്. ഉണ്ടോ, വെള്ളച്ചാട്ടം ചാടുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ, നല്ല ഹൈറ്റിലാണ് ഗൈസ് ആ വെള്ളം ചാടണേ. ഗൈസ് നമ്മൾ ഒടുവിൽ അതിൻ്റെ സൈഡിലെത്തി ഗൈസ്. ഗൈസ് ഇത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് ഗൈസ്. നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വീഴുന്നത് ഭയങ്കര സീനാണ് ഗൈസ്. ഗൈസ് ഇങ്ങനെ ഇരിക്കും ഗൈസ് ഈ സ്പോട്ട്. ഉണ്ടോ ഗൈസ്? ഗൈസ് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഗൈസ് ഇവിടുത്തെ സ്ഥലങ്ങൾ. ഇങ്ങനത്തെ സ്ഥലങ്ങളുള്ളൂ ഗൈസ്. ഇനി വെള്ളമുള്ള സമയത്ത് കുറച്ചും കൂടെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും ഗൈസ്. ഇതൊക്കെ ഇപ്പം നെറ്റിൽ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പണ്ട് വന്നാൽ ഗൈസ്, ഇപ്പോൾ കുറേ ആയി വന്നിട്ട്. ഇനി നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം ഗൈസ്. അപ്പോൾ തിരിച്ചു പോകാം. അതിൻ്റെ വീഡിയോ ഇനി എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം ഇപ്പോൾ ഞാൻ കാണിക്കേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ചു ഗൈസ്. ഇങ്ങനെയൊരു സീനറി കൊണ്ട് നോക്കട്ടെ ഗൈസ്. ഇതാണ് സ്ഥലം, ഇത് സ്ഥലം ഗൈസ്. അപ്പോൾ ഇനി തിരിച്ചു പോകുന്ന വീഡിയോ ഞാൻ നോക്കട്ടെ ഇടാൻ പറ്റുമോയെന്ന്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പം ഞാനിവിടെ എത്തി ഗൈസ്. ഇവിടെ എത്തി. ഇനി തിരിച്ച് പോകണം ഗൈസ് അടിമാലിക്ക്. അപ്പോൾ ഇവിടെ ഒരു ആട്ടുമുട്ടനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ അടിമാലി ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ളവർക്ക് ആട്ടുമുട്ടന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഗൈസ്. അപ്പോൾ അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഇനി അപ്പോൾ അടുത്തത് നമുക്ക് നാളെ കാണാം.